ചെമ്പനിപ്പ് സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ശ്രുതിയും അതുപോലെ തന്നെ സുധിയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ജോത്സ്യനെ പോയി കണ്ട് ചന്ദ്രമതി ഒരു ഏലസ് ഒക്കെ ജപിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പൂജാമുറിയിൽ വെക്കുകയും ആ ഏലസ് നമ്മുടെ സച്ചി കണ്ട് സച്ചി എന്തായാലും അമ്മയായിരിക്കും അത് കൊണ്ടുവന്നതെന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ട് സുധിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും നാളായിട്ട് തനിക്ക് വേണ്ടിയിട്ട് അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഏലസ് ഞാൻ കെട്ടാൻ വേണ്ടി പോവാണ്. അല്ലെങ്കിൽ വേണ്ട രേവതി, ഇത് നിനക്ക് കെട്ടിത്തരാം, നിനക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ നിർബന്ധിക്കുന്നുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. വന്ന ഉടനെ തന്നെ എന്താടാ ഇവിടെ ഏലസിന്റെ കാര്യമൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ രേവതിക്ക് അച്ഛ ഒരു ഏലസ് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോവാണ്, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. സച്ചിക്ക് അങ്ങനെ പൊതുവെ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ. പതിവില്ലാതെ സച്ചി എവിടുന്ന ഏലസ് ഒക്കെ ജപിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഞാൻ ജപിച്ചോണ്ട് വന്നതല്ല, പക്ഷെ എന്തായാലും നല്ലത് നടക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ജപിച്ചു തന്നതാണ്. അങ്ങനെ പണ്ട് എന്റെ അമ്മ എനിക്ക് ഇതുപോലെ ഒരുപാട് ഏലസുകളൊക്കെ ജപിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് അതോരോരോ വിശ്വാസങ്ങളായിരുന്നു. കയ്യിലും അരയിലും ഒക്കെ ഫുള്ള് ഏലസ് കൊണ്ട് എന്നെ നിറയ്ക്കുമായിരുന്നു. പക്ഷെ ഒരർത്ഥത്തിൽ അത് ശരിയാണെന്നുള്ളൊരു വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒരു കാര്യം ചെയ്യാം, ഇത് അച്ഛൻ കെട്ടിക്കോ, അച്ഛന് നല്ലത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് നല്ലത് നടന്ന പോലെയാണെന്ന് പറഞ്ഞിട്ട് രവിക്ക് നിർബന്ധിച്ചിട്ട് ആ ഏലസ് കെട്ടിക്കൊടുക്കുവാണ്. അത് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ രവി ആ ഏലസ് കെട്ടി നേരെ മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്രമതിയുണ്ട് ബെഡിനകത്ത് ഫുള്ള് സാരിയും ഇതൊക്കെ വിതറിയിട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ട് കാല് തുള്ളിയിട്ട് പതിവില്ലാതെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചന്ദ്രമതിയെ അടിക്കാനൊക്കെ പോകുന്നുണ്ട് രവി. രവിയുടെ ഈ മാറ്റം എന്താണ് ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചന്ദ്ര ഇരിക്കുന്നുണ്ട്. അപ്പോഴും ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നില്ല താൻ ജപിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഏലസ് രവിയുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യമേ. അതേസമയം ചന്ദ്ര ഏലസ് മേടിച്ച അതേ സ്ഥലത്ത് പോയിക്കൊണ്ട് ശ്രുതിയും ഏലസ് മേടിച്ചോണ്ട് വരുന്നുണ്ട്, അമ്മയും മകനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട്. അത് ശ്രുതിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ബാമയുടെ അരികിലേക്കാണ് കേട്ടോ വരുന്നത്. ബാമ ആ ഏലസ് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയും നേരത്തെ ജപിച്ചോണ്ട് വന്നിരിക്കുന്ന ഏലസിനേക്കാളും ഭയങ്കര ശക്തിയുള്ളതാണെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയപ്പോ ഒരു സ്വാമി തന്നതാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ചന്ദ്രയെ കൊണ്ട് തന്നെ അത് ശ്രുതിയുടെ കയ്യിൽ കെട്ടിപ്പിക്കാനാണ് ശ്രുതിയുടെ പ്ലാന്. ഇത് ആദ്യം പറ്റില്ല എന്നൊക്കെ ബാമ പറയുന്നുണ്ടെങ്കിലും ബാമയുടെ ആ തീരുമാനം മാറ്റിക്കാൻ വേണ്ടി തന്നെ ശ്രുതി അവിടെയുള്ള ഫാനിന്റെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. ആ നോട്ടം കാണുമ്പോഴേക്കും ബാമയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ട്, ഇനി ഇവൾ ഇവിടെ എങ്ങാനും തൂങ്ങി മരിക്കോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. അതുകൊണ്ട് തന്നെ താൻ തന്നെ അങ്ങനെ ചെയ്തോളാം എന്ന് സമ്മതിക്കാണ്. അങ്ങനെ ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓൾറെഡി ഏലസ് റെഡി ആയിട്ടുണ്ട്. ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം ബാമയാണെങ്കിൽ എന്തായാലും ഇത് എത്രയും വേഗം തന്നെ ചന്ദ്രയുടെ കയ്യിൽ ഏൽപ്പിക്കാം, ഇല്ലെങ്കിൽ ശ്രുതി വല്ല പണി ഒപ്പിച്ചാലോ എന്ന് ഭയന്നുകൊണ്ട് വേഗം തന്നെ ചന്ദ്രോദയത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ബാമയുടെ പതിവില്ലാത്ത വരവ് കാണുമ്പോൾ തന്നെ അവിടെ എല്ലാവരും എന്താ കാര്യം എന്ന് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ, എപ്പോഴും ചന്ദ്ര അങ്ങോട്ടേക്കാണല്ലോ വരാറ്, അതുകൊണ്ട് ഇത്തവണ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് വരാ എന്ന്. ചന്ദ്ര എവിടെയാന്ന് ചോദിക്കുമ്പോ നമ്മുടെ രേവതി ആണെങ്കിൽ മുകളിൽ റൂമിലുണ്ട് എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ ചന്ദ്ര നേരെ റൂമിലേക്ക് ചെല്ലുവാണ്. മുറിയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രമതി ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് തുണിയെല്ലാം മടക്കി വെക്കുന്നു, ഇസ്തിരി ഇടുന്നതൊക്കെയാണ്. ഇത് കണ്ടുവന്ന നമ്മുടെ ബാമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര എടുത്ത് വെക്കുന്നുണ്ട്. അല്ല ചന്ദ്രേ, ഞാൻ നിന്നെ തന്നെയാണോ ഈ കാണുന്നത്, നീ തന്നെയാണോ ഇതെല്ലാം ചെയ്തു വെക്കുന്നതെന്ന് ചോദിക്കുമ്പോ എന്ത് പറയാനാ ബാമേ, ഇന്ന് രവിയേട്ടന് എന്താ പറ്റിയെന്ന് അറിയില്ല, എന്റെ അടുത്ത് ഭയങ്കര ദേഷ്യം, എന്റെ തുണികളെല്ലാം ഈ ബെഡിൽ കിടക്കുന്നത് കണ്ടിട്ട് ആകെ കാലി തുള്ളി എന്നെ അടിക്കാൻ വേണ്ടി വരെ വന്നു. ഞാനിതെല്ലാം രേവതിയെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചും കണ്ട് വെച്ചതായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഭയങ്കരമായിട്ട് രവിയേട്ടൻ ദേഷ്യപ്പെടുന്നത്. പതിവില്ലാതെ എന്താ രവിയേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാവില്ല. അതല്ലെങ്കിലും ചന്ദ്രയെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ. രവിയേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ സഹിക്കുന്നത്, നീ എന്തായാലും വേഗം തന്നെ ചെയ്യാൻ വേണ്ടി നോക്ക്. അല്ല പാമേ, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാനിന്നൊരു സ്വാമിയെ കണ്ടിരുന്നു അമ്പലത്തിൽ വെച്ചിട്ട്. അവിടെ വെച്ചിട്ട് ഇങ്ങനെ ശ്രുതിയുടെ കാര്യങ്ങളും നിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോ എത്രയും വേഗം തന്നെ ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരവും അതുപോലെ തന്നെ ശ്രുതിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജപിച്ചു തന്നതാണ് ഈ ഏലസ്. അത് എത്രയും വേഗം തന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. ആണോ? എന്തായാലും മാമേ, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുവാണ് കേട്ടോ. ഞാന് ശ്രുതി വന്നിട്ട് കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മറ്റേ ഏലസ് പൂജാമുറി തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതും കൂടി അതിന്റെ കൂടെ കൊണ്ടുവയ്ക്കാം, എന്നിട്ട് രണ്ടും ഒരുമിച്ച് അങ്ങ് കെട്ടിക്കൊടുത്താൽ മതിയല്ലോ. അത് ചന്ദ്രൻ നല്ലതാണ്. അങ്ങനെയാവുമ്പോ ഭാര്യയും ഭർത്താവും പിരിയുന്നതിനുള്ള ഏലൻസും അതുപോലെ തന്നെ അമ്മയും മകനും തമ്മിലുള്ള പിരിയുന്ന ഏലൻസും ആണല്ലോ ചിലപ്പം ന്യൂട്ടായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നു നമ്മുടെ ബാമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നീ എന്താ ബാമയെ പറഞ്ഞത്? ഒന്നുമില്ല, നീ എന്തായാലും ഈ ഏലസും കൂടി കൊണ്ടുപോയിട്ട് നിന്റെ പൂജാമുറിയിൽ വെക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ കയ്യിലേക്ക് ആ ഏലസ് ബാമ കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ വേഗം തന്നെ ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പൂജാമുറിയിലേക്ക് ചെന്നിട്ട് മറ്റേ ഏലസിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോകുമ്പോ ഏലസ് കാണുന്നില്ല കേട്ടോ.
അയ്യോ ഞാനിവിടെ വെച്ചിരുന്ന ഏലസ് എവിടെ പോയി എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ടേ. ഓടിയിട്ട് വേഗം ഭാമയ്ക്ക് അരികിലേക്ക് വന്നിട്ട് ആ ഏലസ് കാണുന്നില്ല, ഞാൻ പൂജാമുറിയിലായിരുന്നു വെച്ചിരിക്കുന്നത്, ഒരുപക്ഷെ മറ്റാരെങ്കിലും എടുത്തിട്ട് അങ്ങോട്ടും അങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ടാവും, ചന്ദ്രൻ നീ ഒന്ന് നല്ലോണം നോക്കി എന്ന് പറഞ്ഞിട്ട് ഭാമയും പൂജാമുറിയിലേക്ക് ഒപ്പം ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കാണാതെ ഭയങ്കര തെരച്ചിലാണ് കേട്ടോ രണ്ടുപേരും കൂടി ചേർന്ന്. ഈ രംഗം കണ്ടുകൊണ്ടാണ് സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ നിങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനിവിടെ ഒരു ഏലസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാനില്ല എന്ന് പറയുവാണ്. അതൊക്കെ കെട്ടേണ്ട കയ്യിൽ കെട്ടി എന്നിങ്ങനെ സച്ചി പെറുപെറുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് നീ പറഞ്ഞത്? ആരുടെ കയ്യിൽ കിട്ടിയ കാര്യമാണ് അത്? നിങ്ങൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് അവരെ നല്ലതിന് വേണ്ടിയിട്ട് മേടിച്ച ഏലസല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. ശ്രുതിക്ക് കെട്ടാൻ വേണ്ടിയിട്ട് വെച്ചതായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അത് അച്ഛന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു എന്ന് പറയാനേ. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതിക്ക് ഷോക്ക് അടിച്ചതുപോലെ ആവാണ്. അതുമാത്രമല്ല ചന്ദ്രയുടെ മനസ്സിലേക്ക് രവി അവിടെ കിടന്ന് റൂമിൽ കിടന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു രംഗം ഓർമ്മ വരുന്നുണ്ട്. ആ ഏലസ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ചന്ദ്രയും അതുപോലെ രവിയും തമ്മിൽ അടിയാവുകയാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് വേഗം ഇവരെയൊക്കെ തട്ടിമാട്ടിക്കൊണ്ട് ചന്ദ്രമതി ആണെങ്കിൽ വേഗം രവിക്ക് അരികിലേക്ക് ഓടുവാണ് കേട്ടോ. രവിയേട്ടാ എന്ന് വിളിച്ചും കൊണ്ട്. അങ്ങനെ രവി ആണെങ്കിൽ എന്താ ചന്ദ്രയെ എന്ന് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ചോദിക്കുന്നത്. രവിയേട്ടാ ആ ഏലസ് നിങ്ങൾ കെട്ടിയല്ലേ? ആ കെട്ടി. എന്തായാലും എനിക്ക് നല്ലത് സംഭവിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനും വിചാരിച്ചു ഒന്ന് കെട്ടിക്കൊള്ളാം എന്ന്. പിന്നെ സച്ചിയാണെങ്കിൽ ഇഷ്ടത്തോട് കൂടിയിട്ട് എന്റെ കയ്യിൽ കെട്ടിത്തന്നപ്പോ ഞാനും അത് നിരസിച്ചില്ല എന്നൊക്കെ രവി ഇങ്ങനെ പറയുന്നുണ്ട്. രവിയേട്ടാ അത് കെട്ടരുത് രവിയേട്ടാ, അത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാവും. എന്ത് പ്രശ്നമാവുന്ന് അല്ല പറയാൻ പറ്റില്ലല്ലോ. സുധിയെയും അതുപോലെ ശ്രുതിയെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏലസ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം. അത് ഞാൻ സുധിയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ മേടിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാ നല്ലത് കിട്ടുക? അത് വേഗം തന്നെ ഊരാ, അത് ശ്രുതിക്ക് കെട്ടാനുള്ള എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഊരാൻ വേണ്ടി നോക്കുമ്പോ ഇല്ല അതൊന്നും പറ്റില്ല, അച്ഛന് നല്ലതിന് മാത്രം വേണ്ടിയിട്ട് അമ്മ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇല്ലടാ അത് ശരിയാവില്ലടാ എന്ന് പറഞ്ഞ് ചന്ദ്ര കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണേ. ഭാമയ്ക്കും പേടിയാവുന്നുണ്ട്. കാരണം ചന്ദ്രയും അതുപോലെ തന്നെ രവിയും തമ്മിലടിയാവോ എന്നുള്ളൊരു ഭയം ഭാമയ്ക്കുള്ളതുകൊണ്ട് അത് രവിയേട്ടാ വേണ്ട രവിയേട്ടാ, അത് കെട്ടാതിരിക്കുന്നത് തന്നെയാ നല്ലതെന്ന് ഭാമയും പറയുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ സച്ചിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുവാണ് കേട്ടോ. ഭാമാൻറ്റി സത്യം പറ ഭാമാൻറ്റി, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഏലസാന്ന് ചോദിക്കുമ്പോ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണേ. ഭാമയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്ര കണ്ണോണ്ടും കൈകൊണ്ടും ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, പറയരുത് എന്നുള്ള രീതിയിൽ. പക്ഷെ സച്ചി ഒന്ന് ഞെട്ടിപ്പോഴിക്കും ഭാമയാണെങ്കിൽ സത്യം തുറന്നു പറയാണ് കേട്ടോ. ഇത് ശ്രുതിയെയും അതുപോലെ തന്നെ സുധിയെയും പിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര പൂജാരിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ജപിച്ച് മേടിച്ച ഏലസ് ആണെന്നുള്ള സത്യം പറഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ രവിയാണെങ്കിൽ വേഗം തന്നെ അത് ഊരി അങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. അതിന് ശക്തി ഉണ്ടെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി. അച്ഛൻ അത്രയും അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടതും അടിക്കാൻ വേണ്ടി പോയതൊക്കെ അപ്പൊ ഈ ഏലസിന്റെ പണിയായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി രവിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതുമാത്രല്ല അച്ഛ ഒരു കളയൊന്നും വേണ്ട അച്ഛ, ഒരുപക്ഷെ അച്ഛന്റെ നല്ലതിന് വേണ്ടി തന്നെയായിരിക്കും ഈ ഏലസ് ഉണ്ടാവുക, ഒന്ന് പോടാ അവിടുന്ന് പറഞ്ഞിട്ട് രവിയുടെ കയ്യിൽ നിന്ന് വേഗം തന്നെ നമ്മുടെ ചന്ദ്രമതി ഊരി മേടിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ഇതുപോലത്തെ അഭ്യാസങ്ങളൊന്നും നിന്റെ അടുത്ത് ചെയ്യരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രവി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ആ ഏലസ് മേടിച്ചിട്ട് പുറത്തേക്ക് ഒരൊറ്റ അരങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ പദ്ധതി എല്ലാം പൊളിയുന്നുണ്ട്. ഇനിയും ഇതുപോലത്തെ പണികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ നീ ശരിക്കും വിവരം അറിയുമെന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് കയറി പോവാണ് കേട്ടോ. ഭാമയെ നോക്കി ഭയങ്കരമായിട്ട് ദയിപ്പിക്കുന്നുണ്ട് ചന്ദ്ര. അത് മാത്രല്ല ഇനിയിപ്പോ ഈ ഏലസിന്റെ ആവശ്യമില്ലല്ലോ, കാരണം ഭാമ കൊണ്ടുവന്നിരിക്കുന്ന ഏലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മകനും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രുതിയുടെ കയ്യിലേക്ക് മറ്റേ ഏലസ് കെട്ടാത്തതുകൊണ്ട് ഇതും പ്രശ്നം വരില്ലല്ലോ വെച്ചിട്ട് ഇനിയിപ്പോ ഈ ഏലസിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടെ അടിയാവണ്ട, ഈ ഏലസ് ഒന്നും വേണ്ട ചന്ദ്രേ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് വേഗം മറ്റേ ഈ ശ്രുതി കൊടുത്തു വിട്ടിരിക്കുന്ന ഏലസുമായിട്ട് ഭാമ വേഗം മുങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെയും അതുപോലെ തന്നെ സുധിയെയും പിരിച്ച് ഒതുങ്ങുള്ളൂ എന്നുള്ള മട്ടിലാണ് നടക്കുന്നത്. ഇതിന് ഉടനെ തന്നെ ഒരു പരിഹാരം വേണമെന്നുള്ള രീതിയിലൊക്കെ രവി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ഗർഭിണിയാണല്ലോ, ആരടുത്തും പറഞ്ഞിട്ടുമില്ല. ഈ ഗർഭം എങ്ങനെങ്കിലും അലസിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ് കേട്ടോ നമ്മുടെ വർഷ മുന്നോട്ട് പോകുന്നത്. പക്ഷേ വീട്ടിലുള്ള എല്ലാവരും ഈ സന്തോഷ വാർത്ത അറിയാനൊക്കെ പോകുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോ വർഷയുടെ കാര്യത്തിൽ എന്തൊക്കെയാ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, അതുപോലെ തന്നെ ശ്രുതി തന്നെ പോയിട്ട് തിരികെ കൂട്ടിക്കൊണ്ടുവരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്